എന്തായാലും 2025 എന്ന വർഷം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ മോഹൻലാൽ എന്ന നായകന് ഒരു പ്രതീക്ഷയുള്ള വർഷം എന്ന് തന്നെ പറയാം. ആരാധകർക്കും അങ്ങനെ തന്നെ. ആ പ്രതീക്ഷ ഇച്ചിരി കൂടുതലാണ് എന്ന് കാണിക്കുകയാണ് മൂവി ഡേറ്റാബേസുകളും. വരാനിരിക്കുന്ന സിനിമകളിൽ പ്രേക്ഷകർക്ക് കാത്തിരിപ്പ് ഉയർത്തുന്ന പല ഘടകങ്ങളുണ്ട്. അതിൽ അഭിനയിക്കുന്ന താരങ്ങളും സംവിധായകർ ആരൊക്കെയാണെന്നതും തുടങ്ങി പല കാര്യങ്ങൾ. വൻ പ്രതീക്ഷ നേടിയ ചിത്രങ്ങളുടെ സ്വീകരുകളാണെങ്കിൽ സ്വാഭാവികമായും ഉയരുന്ന കൗതുകവുമുണ്ട്. സിനിമാ പ്രേമികളുടെ സജീവ പങ്കാളിത്തമുള്ള ഓൺലൈൻ ഡേറ്റാബേസ് ആയ IMDbയുടെ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും കാത്തിരിപ്പ് ഉയർത്തിയിരിക്കുന്ന ഈ വർഷത്തെ സിനിമകളുടെ കൂട്ടത്തിൽ മലയാളികളെ സംബന്ധിച്ച് ഒരു കൗതുകമുണ്ട്. 94 സിനിമകളുടെ ലിസ്റ്റിൽ മലയാളത്തിൽ നിന്ന് ഒരേ ഒരു ചിത്രം ഇടം പിടിച്ചിരിക്കുന്നത് എന്നതാണ് അത്. എന്നാൽ ലിസ്റ്റിൽ ഏറെ മുന്നിലുമാണ് ഈ ചിത്രം. മറ്റൊന്നുമല്ല, ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എമ്പുരാനാണ് ആ ചിത്രം. 94 സിനിമകളുടെ ലിസ്റ്റിൽ മലയാളത്തിൽ നിന്നും ഇടം പിടിച്ചിരിക്കുന്നത് ഒരേ ഒരു ചിത്രം ഇതാണ്. പട്ടികയിൽ 9ാം സ്ഥാനത്താണ് എമ്പുരാൻ. 9ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഇതിലും ഭയങ്കര പ്രതീക്ഷയുള്ള മറ്റ് ഇൻഡസ്ട്രിയിലെ ചിത്രങ്ങൾ പോലും എമ്പുരാന് താഴെയാണ് എന്ന് കാണുമ്പോഴാണ് കൗതുകം വരുന്നതും. അതിൽ തന്നെ സൂര്യയുടെ ചിത്രം റെട്രോ 12ാം സ്ഥാനത്താണ്. കമലഹാസനും മണിരത്നവും ഒന്നിക്കുന്ന ടഗ് ലൈഫ് എന്ന ചിത്രവും 13ാം സ്ഥാനത്താണ്. അജിത് കുമാറിന്റെ ഗുഡ് ആൻഡ് അഗ്ലി എന്ന ചിത്രം 18ാം സ്ഥാനത്താണ്. കൂടാതെ സലാർ 2 എന്ന ചിത്രം 19ാം സ്ഥാനത്ത് എന്നൊക്കെ കാണുമ്പോഴാണ് എമ്പുരാന്റെ സ്ഥാനം എത്ര മുന്നിലാണ് എന്ന് നമ്മൾ അതിശയത്തോടെ കേൾക്കുന്നതും. അതൊരു മലയാളം ഇൻഡസ്ട്രിയിൽ നിന്നും വരുന്ന മോഹൻലാൽ ചിത്രം. കാരണം മോഹൻലാലിന്റെ പല സിനിമകളും വലിയ പ്രതീക്ഷകൾ നൽകി വിജയങ്ങൾ നൽകാതെ പോയപ്പോൾ ഇനി വരാൻ പോകുന്ന സിനിമകളിൽ പ്രതീക്ഷകൾ കുറയുമെന്നാണ് പലരും പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ അതൊന്നുമല്ല, എമ്പുരാന് വേറെ ലെവൽ പ്രതീക്ഷയാണ് എല്ലാവരും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ സിനിമകളെക്കാളെല്ലാം മുന്നിലാണ് എമ്പുരാൻ എന്നത് വലിയ കൗതുകം സൃഷ്ടിക്കുമ്പോൾ 1ാം സ്ഥാനത്ത് കാന്താര എ ലെജൻഡ് ചാപ്റ്റർ 1 ആണെന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. 2ാം സ്ഥാനത്ത് സൽമാൻ ഖാൻ ചിത്രം സിക്കന്ദറും 3ാം സ്ഥാനത്ത് യശ് ചിത്രം ടോക്സിക്കുമാണുള്ളത്. എന്തായാലും എമ്പുരാന് വേറെ ലെവൽ ഹൈപ്പും വേറെ ലെവൽ പ്രതീക്ഷയും നിൽക്കുമ്പോൾ എമ്പുരാന് വേണ്ടി പ്രേക്ഷകർ ഒരേപോലെ കാത്തിരിക്കുകയാണ്. കാരണം ആ പ്രതീക്ഷയും കാത്തിരിപ്പും ഒക്കെ അത് അവരുടെ മുന്നിലേക്ക് എത്താൻ പോകുന്ന പ്രമോഷനുകളെ ബേസ് ചെയ്താണ് എന്നതും കൂടി പറയേണ്ടതുണ്ട്. കാരണം ചിത്രത്തിന്റെ പ്രമോഷനുകളും ഒക്കെ ഉടൻ തന്നെ നമുക്ക് മുന്നിലേക്ക് എത്താൻ പോവുകയാണ്. ആ ഒരു വിശ്വാസത്തിലാണ് അവർ ഇരിക്കുന്നത്. കാരണം ജനുവരി 25-ന് ചില സർപ്രൈസുകൾ അവർക്ക് മുന്നിലേക്ക് എത്തും എന്നത്. അതിലൊന്ന് എമ്പുരാന്റെ ടീസറോ ഗ്ലിംസ് വീഡിയോ ഒക്കെ ആകാം. ജനുവരി 25-ന് വരുന്ന ഗ്ലിംസ് അല്ലെങ്കിൽ ടീസറൊക്കെ എമ്പുരാന്റെ പ്രമോഷൻ ഒഫീഷ്യലായി ഓൺ ആക്കണം എന്നാണ് അവരുടെ അഭിപ്രായം. അന്ന് തന്നെ എല്ലാം തുടങ്ങി വെക്കണമെന്നാണ് അവർ പറയുന്നത്. വൃത്തിയെല്ലാം കൃത്യമായ പ്ലാനിംഗ് വെച്ചാണ് ചെയ്യുന്നതെന്ന ബോധം ഇല്ലാഞ്ഞിട്ടല്ല. സ്റ്റിൽ ഇൻഡസ്ട്രിയുടെ തലവര മാറ്റാൻ പോകുന്ന ഐറ്റത്തിന്റെ പ്രമോഷൻ പരിപാടികൾ തുടങ്ങാൻ ടൈമായില്ലേ എന്നാരേലും ചോദിച്ചാൽ കുറ്റം പറയാൻ കഴിയില്ല. എമ്പുരാൻ ലക്ഷ്യം വെക്കേണ്ടത് ഇവിടെ FT തൊട്ട് സകല ബോക്സ് ഓഫീസ് റെക്കോർഡുകളുമാണ്. ലൂസിഫർ തുറന്നിട്ട ഓവർസീസ് സാധ്യതകളുടെ മാക്സിമം പൊട്ടൻഷ്യലാണ് നോക്കേണ്ടതും. മലയാള സിനിമാ വ്യവസായത്തിന്റെ അനന്ത സാധ്യതകൾ തേടേണ്ട സിനിമ അതിനർഹിച്ച ഹൈപ്പിൽ തന്നെ റിലീസ് ചെയ്യണം എന്നാണ് ഓരോ പ്രേക്ഷകനും സിനിമാ ഗ്രൂപ്പുകളിൽ ചർച്ചയ്ക്ക് വെച്ചിരിക്കുന്നത്. മാർച്ച് 27-ന് ചിത്രം നമുക്ക് മുന്നിലേക്ക് എത്താൻ പോവുകയാണ്. മാസങ്ങൾക്ക് മുമ്പേ തന്നെ ചിത്രത്തിന്റെ പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്ന് തന്നെയാണ് അവരുടെ വാക്കുകൾ. ഇതങ്ങ് പൃഥ്വിരാജിലും എത്തും എന്നതിൽ യാതൊരു സംശയമില്ല. എന്നാൽ ഇവരൊക്കെ പറയുന്നതിന് മുമ്പേ തന്നെ പൃഥ്വിരാജ് വലിയ ഒരുക്കങ്ങൾ ഈ ചിത്രത്തിന് വേണ്ടി നടത്തും എന്നതും നമ്മൾ പറയാതെ തന്നെ അദ്ദേഹം ചെയ്യും എന്നതും ഒക്കെ നമുക്കറിയാം. എന്നിരുന്നാലും മോഹൻലാലിന്റെ ഒരു സിനിമ ഈ മാസം ഇറങ്ങാൻ പോവുകയാണ്. ഇതുവരെ ചിത്രത്തിന്റെ പ്രൊമോഷൻ ഒന്നും തുടങ്ങിയിട്ട് പോലുമില്ല എന്നതാണ് മറ്റൊരിടത്ത് വലിയ വിമർശനമായി പറഞ്ഞു വെക്കുന്നത്. വരാൻ പോകുന്നത് തുടരുമെന്ന മോഹൻലാലിന്റെ ഒരു ചെറിയ ചിത്രമാണ്. ആ ചിത്രത്തിന്റെ പ്രൊമോഷന് വേണ്ടി കാത്തിരിക്കുകയാണ് ഓരോ ആരാധകരും. പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ ചിത്രത്തിന്റെ ഒരു ടീസർ അവർക്ക് മുന്നിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്ന് വെക്കുമ്പോൾ ഇതുവരെ ഒരു അപ്ഡേറ്റും വന്നിട്ടില്ല. എന്നാൽ ചെറിയ സൂചനകൾ ലഭിക്കുന്നത് ചിത്രത്തിന്റെ ടീസർ 20-ാം തീയതി നമുക്ക് മുന്നിലേക്ക് എത്തും എന്നതാണ്. മോഹൻലാലിന് ഒരു മോശം സമയമില്ല എന്നൊക്കെ തോന്നിപ്പോകും ചിലപ്പോൾ. ഈ സിനിമയുടെ കാര്യമെടുത്താൽ ഒരു തരത്തിലുള്ള പ്രൊമോഷൻ പരിപാടികളോ പബ്ലിസിറ്റി പരിപാടികളോ റിലീസിന് 12 ദിവസം ബാക്കി നിൽക്കുമ്പോഴും ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഒരു ഫാമിലി പടത്തിന് സിനിമാ പ്രേക്ഷകർക്കിടയിൽ നല്ല പ്രതീക്ഷയുണ്ട്. പോസിറ്റീവ് റെസ്പോൺസ് ആണ് വരുന്നത് എങ്കിൽ തീർച്ചയായും വലിയ രീതിയിൽ ഇതിന്റെ ബോക്സ് ഓഫീസ് ഫിഗർ വരും. മറ്റേതെങ്കിലും ഒരു താരമാണ് എങ്കിൽ ഈ തരത്തിലുള്ള ഒരു സിനിമയ്ക്ക് ഉണ്ടാവുമായിരുന്ന അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നിലവിലെ അവസ്ഥയിൽ പോലും നല്ല റിപ്പോർട്ട് ആണെങ്കിൽ ആദ്യ ദിനം മികച്ച ഒരു ഗ്രോസ് കളക്ഷൻ കേരള മാർക്കറ്റിൽ നിന്നും നേടാൻ കഴിയും എന്നും തുടരുമെന്ന ചിത്രത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ് ചില പ്രേക്ഷകർ. ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടികളൊക്കെ വലിയ ഹൈപ്പ് കൊടുത്തൊന്നുമല്ല അവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ വലിയ അപ്ഡേറ്റുകളൊന്നും പുറത്തും വന്നിട്ടില്ല. വലിയ സാധനങ്ങളൊക്കെ പുറത്തുവിട്ട് ചിത്രത്തിന്റെ ഹൈപ്പ് കൂട്ടണ്ട എന്ന വിചാരം അവർക്കുണ്ടായിരിക്കും എന്നാണ് തോന്നുന്നത്. എന്നിരുന്നാലും ചിത്രത്തിന്റെ പോസ്റ്ററുകളും ലൊക്കേഷനിൽ നിന്നുള്ള വീഡിയോകളും ഒക്കെ അവർ തന്ന് പ്രതീക്ഷകൾ ഒരു ലെവലിൽ നമുക്ക് വെച്ചിട്ടുണ്ട്. നല്ല പ്രതീക്ഷകൾ തന്നെ. ജനുവരി 30-ന് സിനിമ റിലീസ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ പല രീതിയിലുള്ള ചർച്ചകൾ നടത്തുന്നതും. എന്തൊക്കെയാണെങ്കിലും മോഹൻലാൽ സിനിമയല്ലേ, എല്ലാവർക്കും ഒരു പ്രതീക്ഷയുണ്ട്. നല്ല പ്രതീക്ഷകൾ മാത്രം. ഇതൊരു ഫാമിലി സിനിമയാണ്.